നമ്മൾ തുടരും മൂവി കണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ നല്ല അടിപൊളി പടം. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കയറിയൊരു പടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല സിനിമകളും അതിൽ പ്രൊമോഷൻസ് ആയിട്ട് വന്നിട്ട് വലിയ സംഭവമായിട്ട് ഒന്നും അല്ലാതെ പോകുന്ന കുറേ സിനിമകളുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് മൗത്ത് പബ്ലിസിറ്റിയുടെ ആളുകൾ പറഞ്ഞ് റീച്ചായി ഒറ്റ ദിവസം കൊണ്ട് ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ്റെ റെക്കോർഡൊക്കെ ബുക്കിങ്ങിൽ തകർത്ത്. ചുരുക്കി പറഞ്ഞാൽ അത് ലാലേട്ടൻ്റെ വർഷം എന്ന് പറയാം 2025 പറഞ്ഞാൽ. ഇപ്പം ഈ ഒരു കുറഞ്ഞ കാലയളവിൽ 200 കോടി പടമായി. 100 കോടി എന്നല്ല, എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റാണ്. ഇതിക്കും മേലെ പോകുന്നുള്ളതാണ് ഈ പൂക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. 100 കോടി ഓൾറെഡി 6 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു സമയമാണിത്, ഒരു സംശയവുമില്ല. അതിൽ ഇത്രയും മികച്ചൊരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ഇന്നാണ് കാണുന്നത്. കുറച്ച് തിരക്ക് വിട്ടുകൊണ്ട് ഇന്നാണ് സിനിമ കാണാൻ പറ്റുള്ളൂ. 25-ാം തീയതി ഇറങ്ങിയ സിനിമയാണിത്. എല്ലാവർക്കും അറിയുന്ന പോലെ തരുൺമൂർത്തിൻ്റെ പടമാണ്. തരുൺമൂർത്തിൻ്റെ ഇതിൻ്റെ മുമ്പത്തെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി വെള്ളക്ക, ഓപ്പറേഷൻ ജാവ, തൃശ്ശൂർ പേരൂർ ക്ലിപ്തം, ഇതൊക്കെ അടിപൊളി പടങ്ങളാണ്. അപ്പോൾ സൗദി വെള്ളക്കയും ഓപ്പറേഷൻ ജാവയൊക്കെ സൂപ്പർ സിനിമകളാണ്. അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച മേക്കിംഗ് കൊണ്ടും ടെക്നിക്കൽ മികവ് കൊണ്ടും പിന്നെ അഭിനയം പറയേണ്ടല്ലോ ലാലേട്ടൻ്റെ അഭിനയം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പഴയ ഒരു ലാലേട്ടനെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാമെന്നുള്ളതാണ്. നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്നല്ല എന്ന എല്ലാ മലയാളികളും കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനുണ്ടല്ലോ, ആ പഴയൊരു വിൻറ്റേജ് ലാലേട്ടൻ. ആ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ. ലാലേട്ടന് കോംബോ ആയിട്ട് ശോഭന. പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ്റെ പഴയ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ മൊത്തത്തിലൊരു ലാലേട്ടൻ തന്നെ, പടം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ലാലേട്ടൻ്റെ തോളിൽ കയറിയിട്ട് ഹിറ്റടിച്ചു പോയൊരു കിടിലം പടം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലേക്ക് വരാണെങ്കിൽ സിനിമേൻ്റെ ദൈർഘ്യം 166 മിനിറ്റ്സ് ആണ്. ഈ 166 മിനിറ്റിൽ 1 മിനിറ്റ് പോലും നമുക്ക് ലാഗ് അടിക്കൂല, ബോറടിക്കൂല. കാരണം നല്ല ഡെപ്ത് ആയിട്ടൊരു കഥ ഇതിനകത്തുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു ക്യാരക്ടർ ബിൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അതിൽ ഫസ്റ്റിൽ നമുക്കൊരു പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി വരുന്നൊരു ഭാഗം കാണിച്ചിട്ട് പിന്നെ ഈ ഒരു നോർമൽ ലൈഫിലേക്കും അവരുടെ ഫാമിലിയിലെ അറ്റാച്ച്മെൻറ്റിലേക്കും ഒക്കെ പോകും. ഫാമിലി മാനായിട്ട് അഭിനയിക്കാൻ ലാലേട്ടൻ എത്രത്തോളം മികച്ചതാണെന്ന് ആർക്കും തരേണ്ട കാര്യമല്ല. അത് ദൃശ്യത്തിലെല്ലാം കണ്ട പോലെ തന്നെ വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു ട്വിസ്റ്റ് വന്നിട്ട് പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പോകും. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി നമ്മൾ ത്രില്ലടിച്ച് നിൽക്കായിരിക്കും. സെക്കൻഡ് ഹാഫും പിന്നെ ആക്ഷൻ രംഗങ്ങളും മറ്റ് ക്ലൈമാക്സും എല്ലാം കൂടെ വരുമ്പോഴേക്കും പടം വേറെ ലെവലിലോട്ട് കയറി പോവാണ്. കിടില മേക്കിംഗ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഫോറസ്റ്റുമായിട്ടുള്ളൊരു കണക്ഷനും കാടും നാടും തമ്മിലുള്ളൊരു കണക്ഷനും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ സംവിധായകനൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് തരുൺമൂർത്തി. പിന്നെ ഇതിൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത് KR സുനിലും അതുപോലെ തരുൺമൂർത്തി തന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോറി KR സുനിലിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു കിടിലൻ സ്റ്റോറി. അതൊരു പ്രത്യേക തരത്തിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത്രയും നല്ലൊരു സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചതിന് പ്രൊഡ്യൂസർ M രഞ്ജിത്തിനും വലിയൊരു നന്ദി പറയണം. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ തന്നെ ഈ സിനിമ എടുക്കേണ്ടി വരും. അതിന് കുറച്ച് സീനുകളുണ്ട്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. അതൊക്കെ നിർമ്മിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വേണ്ടി വരും. പിന്നെ നല്ല കാസ്റ്റിങ്ങും, നല്ല നടന്മാരെ നോക്കി കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ്റെ അഭിനയം പറയേണ്ട, ശോഭനയ്ക്ക് വലിയ റോളൊന്നുമില്ല, എന്നാലും ഉള്ളത് മികച്ചതാക്കിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വില്ലൻ കഥാപാത്രമാണ്. അതായത് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ മെയിൻ വില്ലൻ കഥാപാത്രവും അതുപോലെ ബിനു പപ്പു, ഇവര് രണ്ടുപേരും വില്ലൻ കഥാപാത്രം ഒരു രക്ഷയില്ലാത്ത വില്ലനാണ്. അതായത് നായകൻ്റെ മുകളിൽ വരുന്ന നമുക്ക് അത്രയും വില്ലനോട് അത്രയും വെറുപ്പ് തോന്നുമല്ലോ, ആ ലെവലിലേക്കുള്ള വില്ലന്മാർ. ഒന്നുകൊണ്ട് പൊട്ടിക്കണം പോകുന്ന സമയത്ത് തന്നെയാണ് കറക്റ്റ് സംവിധായകൻ കൊണ്ടൊരു പൊട്ടിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഫീലാണ്. എന്താ ചുരുക്കി പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് പറ്റിയ സിനിമ, യൂത്തിന് പറ്റിയ സിനിമ, എല്ലാവർക്കും എല്ലാം കൊണ്ടും അംഗീകരിക്കാൻ പറ്റിയ നല്ലൊരു എൻ്റർടൈനറാണ്. നല്ല സ്റ്റോറിയുള്ള സിനിമയാണ്. വെറും എൻ്റർടൈനർ മാത്രമല്ല, നല്ല സ്റ്റോറി ഉണ്ട്, നല്ല ഡെപ്തുള്ള സ്റ്റോറിയാണ്. അത് വളരെ മികച്ചതാക്കിയിട്ടും എല്ലാവരെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സൂപ്പർ സിനിമയാണ് തുടരും. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക. ഇന്നിപ്പോൾ ഇവിടെ 2-ാം തീയതി ആയിട്ടുണ്ട്. 2-ാം തീയതി ആയിട്ട്, അതായത് ഒരാഴ്ചയായി സിനിമ ഇറങ്ങിയിട്ട്, ഒരാഴ്ച ആയിട്ട് ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ വേറെ പ്രൊമോഷനും കാര്യമൊന്നുമല്ല, ജസ്റ്റ് മൗത്ത് പബ്ലിസിറ്റി. അത് മാത്രം മതി ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക്. കാരണം അത്രയും പോപ്പുലറാണ് മലയാളികൾ മിസ് ചെയ്തിരുന്ന പഴയ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. 2025 നിസ്സംശയം പോലെ ലാലേട്ടൻ്റെ വർഷമാണ്. അപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. വീണ്ടും മറ്റൊരു വീഡിയോ കൊണ്ടുവരും വരെ ബൈ.